ഒരു വീടിൻ്റെ കിണറിൻ്റെ അകത്ത് ഒരു പാമ്പ് വന്ന് കുടുങ്ങി കിടപ്പുണ്ട്. ഏത് പാമ്പാണെന്നുള്ളത് ഇങ്ങനെ നോക്കി പറയാൻ പറ്റുമോ എനിക്ക്? അത്യാവശ്യം ആളുള്ള കിണറാണ്. എന്നെ കിട്ടുവാണെങ്കിൽ വീഡിയോ ഇടാം. ആലുവ മനക്കപ്പടിയിൽ ഒരു വീടിൻ്റെ കിണറിൻ്റെ അകത്ത് ഒരു പാമ്പ് വീണെന്നുള്ള കോൾ വന്നിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ചെന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കിണറാണ്. അത് ഏകദേശം ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അരഞ്ഞാണത്തിൽ, അതായത് അതിൻ്റെ പേര് എനിക്കറിയില്ല, അരഞ്ഞാണെന്ന് പല സ്ഥലത്തും പറയുന്നത്, അവിടെ ഒരു പാമ്പ് ഇരിക്കുന്ന കാണുന്നുണ്ട്. ടോർച്ചടിക്ക് പാമ്പിനെ കാണും, പക്ഷേ ഏത് പാമ്പാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ വേണ്ട സജ്ജീകരണമൊക്കെ ചെയ്തു. ആദ്യം ഒരു നമ്മുടെ തേക്കിൻ്റെ ഇല അതെടുത്ത് അതെല്ലാം കെട്ടി ഇറക്കി, പക്ഷേ പാമ്പ് എന്തിട്ട് കയറുന്നില്ല. പിന്നെ ഒരു വലിയൊരു മുള അതിൻ്റെ അകത്ത് കമ്പി കെട്ടി ഇറക്കി പാമ്പിനെ തോണ്ടി കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഏകദേശം 1 മണിക്കൂറോളം അവിടെ കിടന്ന് പണിയെടുത്തിട്ടാണ് നമുക്ക് പാമ്പിനെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചത്. എൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വീട്ടുകാരെന്നല്ല മിക്കവാറും ചോദിക്കാറുണ്ട്, അതായത് കിണറ്റിൽ വീണ പാമ്പ്, അപ്പോൾ പാമ്പ് വീണ് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നില്ല, കുഴപ്പമുണ്ടല്ലോ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. പാമ്പിൻ്റെ വെനം, അതായത് വിഷം എന്ന് നമ്മൾ പറയുന്നത്, അത് ഡയറക്റ്റ് നമ്മുടെ ഞരമ്പുകളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സൂചി പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതേസമയം നമ്മൾ ഇത് കുടിക്കുന്ന വെള്ളത്തിൽ പകരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ അതേസമയം ഒരു പാമ്പ് കിണറ്റിൽ വീണ് ചത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം മുഴുവൻ വറ്റിച്ച് മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഇടുകയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പാമ്പെന്നല്ല, ഏത് ജീവി വീണാലും. അല്ലാതെ ഒരു പാമ്പ് കിണറ്റിൽ വീണാൽ അതിനവിടെ നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അപകടം വരില്ല, 100% ഉറപ്പാണ്. ഇതിന് നമ്മൾ അവിടെ നിന്ന് ഇതിലോട്ട് കയറുക, പടലിൽ എന്നാണ് പറയുന്നത്, ഈ കെട്ടി ഇലകളൊക്കെ കൂടി കൂട്ടി കെട്ടുന്നതിന്. അപ്പോൾ നമുക്ക് കയറുകയും പിന്നെ അതിനെ പുറത്തെടുത്ത് സുരക്ഷിതമായിട്ട് നമ്മുടെ ബാഗിലോട്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ ചോദിച്ച ചോദ്യമാണ് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതിനുള്ളൊരു മറുപടി നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകർ പലരും നമ്മുടെ ഇൻബോക്സിൽ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് പാമ്പ് വീണ് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത്. സുരക്ഷിതമായിട്ട് റെസ്ക്യൂയും ചെയ്തു. ആവശ്യമില്ലാത്ത കാട്ടുപാമ്പ്, ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും. അതെ, ഏറ്റവും ലാസ്റ്റത്തെ ഫോണിൽ തൊട്ടുമ്പോൾ ശ്രമം. അതാണ്ട് 1 മണിക്കൂറായിട്ട് നമ്മൾ തൊട്ട് പണിയെടുക്കുന്നത്. കാട്ടുപാമ്പ് ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും. വെള്ളിക്കെട്ടാന്ന് പറഞ്ഞാൽ മിക്കവരും തല്ലിക്കൊല്ലുന്ന സംഭവം, ആവശ്യമില്ലാത്ത സംഭവം. ഇതിന് ഫോറസ്റ്റ് ആൾ കൊടുക്കും. ഇല്ല, അത് വിഷമുള്ള വെള്ളം കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ